ചക്ക എന്ന് പറയുന്ന ഭക്ഷണ പദാർത്ഥം പരക്കെ ഇന്ന് അവഗണിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൂടി ചക്ക വളരെ പോഷകസമ്പുഷ്ടവും മനുഷ്യന് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഭക്ഷണ സാധനമാണ്. ഈ ചക്കയുടെ കുരു പ്രോട്ടീൻ സമ്പുഷ്ടമാണ്. ചക്ക പുഴുങ്ങി നമുക്ക് കഴിക്കാവുന്നതാണ്. ചക്ക വേവിച്ച് കഴിക്കാവുന്നതാണ്. ചക്കയിൽ നിന്ന് വറ്റലുണ്ടാക്കാം. ചക്കയിൽ നിന്ന് വൈൻ വരെ ഉണ്ടാക്കാം. ചക്കപ്പഴത്തിൽ നിന്ന് വൈൻ ഉണ്ടാക്കിയാൽ വളരെ വിശിഷ്ടമായ വൈനാണ്. അതിൻ്റെ സാങ്കേതിക വിദ്യ പ്രത്യേകിച്ചൊന്നുമില്ല. ചക്കപ്പഴം പിടിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് പുളിപ്പിച്ച് വൈനെടുക്കുന്ന സമ്പ്രദായമാണ്. അങ്ങനെ ചക്കയിൽ നിന്ന് വൈവിധ്യങ്ങളായ വിഭവങ്ങൾ തയ്യാറാക്കി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ചക്കയിൽ ആകെ കളയാവുന്നത് അതിൻ്റെ കരിമുള്ള് മാത്രമേ ഉള്ളൂ. കരിമുള്ളെന്ന് പറഞ്ഞാൽ ഇതൊന്ന് കാണിച്ചു കൊടുത്തല്ലോ. കരിമുള്ളെന്ന് പറയുന്ന ചക്കയുടെ ഈ ഭാഗം, ഈ വരുന്ന ഈ ഭാഗം, ഈ കരിമുള്ള് കളഞ്ഞ ബാക്കി ചക്കയുടെ ഈ ചവണി അടക്കം, ഇതിൻ്റെ പൂഞ്ഞടക്കം, ഇതിൻ്റെ കുരു അടക്കം എല്ലാം ഭക്ഷ്യയോഗ്യമാണ്. പിന്നെ ഈ കുരു പൊളിച്ചു കഴിഞ്ഞാൽ കുരുവിൻ്റെ പുറത്തൊരു പാടയുണ്ട്. ആ പാട എടുത്ത് വറുത്താൽ അത് വളരെ വിശിഷ്ടമായ ഒരു ഭക്ഷണ പദാർത്ഥം. കുരുവിൻ്റെ അടുത്തുള്ള പാട ഒന്ന് കാണിച്ചു കൊടുത്ത സാറ്. നമ്മുടെ പ്രേക്ഷകന് പുറത്തൊരു പാടയുണ്ട്. അതാണ് ഇങ്ങനെയുള്ള ഈ പാട. അത് പഴുത്ത ചക്കയുടെ അല്ല, പച്ച ചക്കയുടെ ഈ പാട ഇങ്ങനെ എടുത്ത് ഇത് വറുത്ത് ഭക്ഷണയോഗ്യമാക്കാവുന്നതാണ്. പിന്നെ ഈ കുരു വറുത്ത് കഴിച്ച ബദാം പരിപ്പിനെക്കാട്ടി ഗുണമുള്ളതാണ് ഈ ചക്കക്കുരു. അങ്ങനെ ചക്കയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ എത്ര നേരം വരെ വേണമെങ്കിലും വിവരിച്ചാലും തീരാത്ത രീതിയിൽ. സാറേ ഒരു സംശയം ചക്കക്കുരു ഗ്യാസ് ആണെന്ന് പലരും പറയുന്നുണ്ടല്ലോ. വെറുതെ അതിന് അടിസ്ഥാനമില്ലാത്തൊരു ആരോപണമാണത്. ചക്കക്കുരു പുഴുങ്ങിയോ വേവിച്ചോ അല്ലെങ്കിൽ വറുത്തോ ഒക്കെ മനുഷ്യന് ഭക്ഷ്യയോഗ്യമാക്കാവുന്നതാണ്. എഡിബിളായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ചക്കക്കുരു. അത് പ്രോട്ടീൻ സമ്പുഷ്ടമാണ്. അതിനകത്ത് സിങ്ക് കലർന്നിട്ടുണ്ട്. അതിലെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചക്കയ്ക്കകത്ത് ഫൈബർ അടങ്ങിയിട്ടുണ്ട്, ചക്കക്കുരുവിനകത്ത് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സമ്പുഷ്ട ആഹാരമാണ് ചക്ക. സാറേ, അതേപോലെ ഒരു സംശയം, പല തരത്തിലുള്ള ചക്കയുണ്ട് എന്ന് പറയുന്നുണ്ട്. പലതരത്തിലുള്ള ചക്കയെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറയാനായിട്ട്. പലതരത്തിലുള്ള ചക്ക ഉണ്ട് എന്ന് പറയുന്നത് സത്യമാണ്. ഇപ്പോൾ വരിക്കച്ചക്ക, കൂഴച്ചക്ക എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടും ചക്കയെ തരംതിരിക്കുന്നത്. ഇത് സാറേ കൂഴച്ചക്കയാണെന്ന് വെച്ചാൽ ഒന്ന് കാണിച്ചു കൊടുക്കും നമ്മുടെ പ്രേക്ഷകർക്ക് കാണാനായിട്ട്. ഇത് കൂഴച്ചക്കപ്പഴമാണ്. ഇത് കൂഴച്ചക്കപ്പഴമാണെന്ന് പറയാൻ കാരണം ഈ ചക്കപ്പഴം എടുത്തു കഴിഞ്ഞാൽ ഇതിന് കട്ടി തീരെ കുറവായിരിക്കും. ഇതിങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ പഴം അത് കൂഴച്ചക്കപ്പഴമാണ്. പ്രത്യുത വരിക്കയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ട് ഇരിക്കും. അത് എത്ര പഴുത്താലും കട്ടിയായിട്ട് തന്നെ ഇരിക്കും. വേറൊരു സംശയം, അയിനിച്ചക്ക എന്ന് പറയുന്നത് ഈ ഗണത്തിൽ പെടുന്നതാണോ? അയിനിച്ചക്ക ഈ ഗണത്തിൽ പെടുന്നതല്ല. പക്ഷേ ഏകദേശം ഈ ഗുണഗണങ്ങളൊക്കെ അയിനിച്ചക്കയ്ക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ചക്കയുടെ ഒരു സ്പീഷീസിലാണോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ശാസ്ത്രീയമായിട്ട് പഠനം നടത്തുന്നവർക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ തന്നെയും ചക്ക പൊതുവെ ചെമ്പരത്തി വരിക്കയും കൂഴയും, ചെമ്പരത്തി വരിക്ക എന്ന് പറയുന്നത് ചുവന്ന വരിക്കയാണ്. പിന്നെ മഞ്ഞ വരിക്ക, വെള്ള വരിക്ക, ഇങ്ങനെയുള്ള വരിക്ക ഇനങ്ങളും പിന്നെ കൂഴച്ചക്ക ഇനങ്ങളുമാണ് പ്രധാനമായിട്ടും ഉള്ളത്. കൂഴച്ചക്കയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ട കൂഴച്ചക്കപ്പഴമാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ എടുത്ത് കൂഴച്ചക്കപ്പഴം തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. അത് എങ്ങനെ ഞെക്കി നോക്കിയാൽ വളരെ ഈസി ആയിട്ട് ഞെങ്ങുള്ളൂ. അതാണ് കൂഴച്ചക്കപ്പഴം. പ്രത്യേക വരിക്കച്ചക്കപ്പഴമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ മാംസള ഭാഗത്തിന് കട്ടി വളരെ കൂടുതലായിരിക്കും. സാറേ, ഒരു താമരച്ചക്ക എന്ന് പറഞ്ഞിട്ട് സാറ് കേട്ടിട്ടുണ്ടോ? താമരച്ചക്ക എന്നിട്ട് അങ്ങനെ പല ഇനം ചക്കകളുണ്ട്.
പിന്നെ വർഷത്തിൽ എല്ലാ മാസവും ചക്ക പിടിക്കുന്ന പ്ലാവ് ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കാർഷിക യൂണിവേഴ്സിറ്റിയിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ വൈവിധ്യങ്ങളായ ഒരുപാട് ഇനം പ്ലാവുകൾ നമുക്ക് കാണാൻ കഴിയും. സാറേ, നമ്മുടെ പ്രേക്ഷകർക്ക് ചക്ക കൊണ്ടുണ്ടാക്കാവുന്ന വിഭവങ്ങൾ, നമ്മൾ അടുപ്പിലെ ഗ്യാസിലൊക്കെ നമ്മൾ ചക്ക കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളുണ്ടല്ലോ, അതായത് ഈ പറയുന്ന പഴുത്ത ചക്കയാണോ അല്ലെങ്കിൽ നമ്മൾ ഇളമുപ്പായിട്ടുള്ള ചക്ക വെച്ചിട്ടാണോ നമ്മൾ അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുക? കറികൾ പച്ചച്ചക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഹൽവ, ജാമ്, വൈൻ ഇതൊക്കെ ചക്കപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സാറേ, ഈ ജാം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? ജാം ഉണ്ടാക്കുന്നതിന് അത് കൃത്യമായിട്ട് അത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. അതിനെ പറ്റി കൃത്യമായിട്ട് അറിയാവുന്ന പാചകക്കാരുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എങ്കിലും ചക്ക ജാം ഉണ്ടാക്കുന്നത് മിക്സിയിൽ അതിൻ്റെ ചക്കയുടെ മാംസള ഭാഗം എടുത്ത് മിക്സിയിൽ അടിച്ച് പഞ്ചസാരയുമായിട്ട് ചേർത്ത് ജാം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. സാറേ, ഒരു സംശയം. ഇപ്പം നമ്മൾ ഇവിടെ ഇത്രയും ചക്ക ഇവിടെ ഇരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇത്രയധികം ചക്ക നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട്. സാറേ, എൻ്റെ ഒരു സജഷൻ ചോദിക്കുന്നത്, ഈ ചക്കയുടെ കൂഴച്ചക്കയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ചക്കേനെ മുഴുവൻ നമ്മൾ എടുത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചൂട് വെച്ച് തിളപ്പിച്ച് നമ്മൾ ചക്ക വരട്ടി പോലെയുള്ള വസ്തുക്കൾ അതൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള സാറിൻ്റെ ഒരു ആശയവും അഭിപ്രായവും ഒന്ന് പ്രേക്ഷകർക്ക് കൊടുക്കാനായിട്ട്. ചക്ക ഹലുവ ഉണ്ടാക്കാം, ചക്കയിൽ നിന്ന് വൈൻ ഉണ്ടാക്കാം. ചക്കപ്പഴത്തിൽ നിന്നാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ചക്കപ്പഴത്തിൽ നിന്നാണ് ചക്ക ഹലുവ ഉണ്ടാക്കുന്നത്, ചക്കപ്പഴത്തിൽ നിന്നാണ് ചക്ക വൈൻ ഉണ്ടാക്കുന്നത്. ചക്ക വൈനും ചക്ക ഹൽവയും കൂടാതെ ചക്കപ്പഴത്തിൽ നിന്ന് ജ്യൂസ് വേർതിരിച്ചെടുത്ത് സംസ്കരിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. സാർ, ഇന്ന് ഫ്ലേവറുകളായിട്ട് ചക്കയുടെ ഫ്ലേവറിലുള്ള ഐസ്ക്രീം പദാർത്ഥങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അത് വിറ്റഴിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചക്കയുടെ ആ ഒരു ഐസ്ക്രീം ഫ്ലേവർ ഉണ്ടാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ചക്കേനെ നമ്മൾ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്? കഷ്ണങ്ങളാക്കി ഐസ്ക്രീമിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്ന പതിവാണോ? അത്തരം ഇൻഡസ്ട്രികൾ ഇന്ന് പ്രചാരം നേടി വരുന്നുണ്ട്. അവർ ഒക്കെ അത്തരം ഇൻഡസ്ട്രിയിൽ ഇടപെടാൻ താല്പര്യമുള്ളവർക്ക് കൃത്യമായ പരിശീലനം കൊടുക്കുന്ന പദ്ധതികൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പരിശീലന പദ്ധതികൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി ആ പരിശീലന പദ്ധതികളിൽ ചേർന്ന് പഠിക്കാവുന്നതാണ്. സാറേ, ചക്കയുടെ എസെൻസിനെ കുറിച്ചിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ പാച്ചോറ് അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഫ്ലേവറിങ്ങിനായിട്ട് ഈ ഒരു എസെൻസ്, ചക്കയുടെ എസെൻസ്, നാച്ചുറൽ എസെൻസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രക്രിയകൾ, അതിനെക്കുറിച്ച് എന്തെങ്കിലും? അത്തരം പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പ്രചാരം കിട്ടി വരുന്നതേ ഉള്ളൂ. അന്യ സംസ്ഥാനങ്ങളിലാണ് ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നത്. ചക്കയെ കൂടുതൽ ഉപയോഗപ്രദമാക്കുന്നത് യഥാർത്ഥത്തിൽ ചക്കയുടെ നാടായ കേരളത്തിലല്ല, പ്രത്യുത പുറം സംസ്ഥാനങ്ങളിലാണ് കൂടുതലും ഇത്തരം ഉപയോഗങ്ങൾ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. സാറേ, ചക്ക കഴിക്കുമ്പോഴുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ്, ആരോഗ്യത്തിന് എത്രത്തോളം നല്ലതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം, ഏതെങ്കിലും അസുഖം, ചിലർ പറയാറുണ്ട് ഈ ചക്ക നമ്മൾ കഴിക്കുന്ന ആൾക്കാർക്ക് ഈ ഷുഗറിൻ്റെ അളവ് കുറയുന്നു, അതുപോലെ ഹാർട്ട് ഡിസീസ് കുറയുന്നു എന്നൊക്കെയും നമ്മൾ ഈ പറയുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ വരുന്നൊരു കാര്യമാണ്. അത് കുറച്ച് വസ്തുതയുള്ളതാണ്. പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം പഴുക്കാത്ത പച്ചച്ചക്ക പുഴുങ്ങിയോ വേവിച്ചോ ഒക്കെ കഴിച്ചാൽ നല്ലതാണ്. പ്രമേഹ രോഗികൾക്ക് ഇന്ന് ഈ കേരളത്തിലോ അല്ലെ ഇന്ത്യയിലോ ലഭ്യമായ ഏറ്റവും നല്ല ഭക്ഷണങ്ങളിൽ ഒന്നാണ് പച്ചച്ചക്ക. അതിൽ തർക്കമില്ലാത്ത കാര്യമാണ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പച്ചച്ചക്ക വെച്ചിട്ടുള്ള കൂട്ടാനുകൾ എന്തൊക്കെ തരത്തിലുള്ള വിഭവങ്ങളാണ് നമുക്ക് അത് വെച്ച് ചെയ്യാനായിട്ട് സാധ്യമാകും? അവിയൽ, തോരൻ, വേവിച്ച ചക്ക, പിന്നെ കറി ഐറ്റങ്ങൾ, ചക്കയുടെ പൂഞ്ഞുകൊണ്ട് കറി ഐറ്റങ്ങൾ വയ്ക്കുക. ഇറച്ചിക്കറിയെക്കാട്ടി മെച്ചമായ രീതിയിൽ ചക്കയുടെ പൂഞ്ഞെന്ന് പറയുന്ന സാധനം കൊണ്ട്
കറി വെക്കാവുന്നതാണ്. സാറേ, സാധാരണയായിട്ട് ബീഫ് നമ്മൾ ഈ കായ വെച്ചിട്ട് ഉണ്ടാക്കുന്ന പോലെ ചക്ക വെച്ച് ഉണ്ടാക്കുന്നു എന്ന് കേൾക്കപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം കോമ്പിനേഷൻ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമാണ് സാർ. അത് നമ്മൾ പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഓരോരുത്തരുടെ രുചിഭേദങ്ങൾക്കനുസരിച്ച്, ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ റെസിപ്പികൾ മാറ്റി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ചക്ക, പച്ച ചക്ക വെച്ച് പ്രോസസ്സ് ചെയ്തിട്ട് അവർ അച്ചാറുണ്ടാക്കുന്ന ഒരു യൂണിറ്റ് പരിചയപ്പെട്ടു. അപ്പോൾ മാങ്ങ വെച്ച് അച്ചാറുണ്ടാക്കുന്നതും നാരങ്ങ വെച്ച് അച്ചാറുണ്ടാക്കുന്നതെല്ലാം നമ്മൾ സാധാരണക്കാർ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് അച്ചാറിൻ്റെ പ്രോസസ്സിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ സാറ് ഒരു സജഷൻ പറയണം. അതായത് ചക്ക വിളയുന്നതിന് മുമ്പ്, പൂർണ്ണ വിളവെത്തുന്നതിന് മുമ്പ് ചക്ക പറിച്ച് ചക്ക അച്ചാർ ഇട്ട് വെക്കാവുന്നതാണ്. അത് വേവിച്ചിട്ട് തന്നെയാണ് ചക്ക അച്ചാർ ഇട്ട് വെക്കുന്നത്. അല്ലാതെ ചക്ക വറ്റലെന്ന് പറയുന്നത് ചക്ക ചിപ്സ് ഉണ്ടാക്കാം. അതും വിളയുന്നതിന് മുമ്പ് ചക്ക ചിപ്സ് ഉണ്ടാക്കുന്ന രീതിയുണ്ട്, വിളഞ്ഞതിന് ശേഷം ചക്ക ചിപ്സ് ഉണ്ടാക്കുന്ന രീതിയുണ്ട്. അങ്ങനെ പല രീതിയിൽ അത് വെറൈറ്റി, അത് ഓരോരുത്തരുടെ വാസനയ്ക്കനുസരിച്ച് അവരുടെ കഴിവ് ആ മേഖലയിൽ പ്രയോഗിച്ചുകൊണ്ട്, ആ കൗശലം ഉപയോഗിച്ചുകൊണ്ട് വൈവിധ്യങ്ങളായ രുചിഭേദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട്. സാറേ, ഇത്രയും നേരം നമ്മുടെ പ്രേക്ഷകർക്ക് ചക്കയെക്കുറിച്ചുള്ള വളരെ നല്ല മാർഗനിർദ്ദേശങ്ങളും അതുപോലെ ഇത് കഴിക്കുന്നതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്കെല്ലാവർക്കും വേണ്ടി ഈ ചക്കയെക്കുറിച്ചിട്ടുള്ള ഗുണങ്ങൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ മഞ്ജുലാൽ സാറിന് എല്ലാവരുടെ പേരിലും നന്ദി ആശംസിക്കുകയാണ്. ഇനിയും കുറേ അധികം ടിപ്സുമായിട്ട് മഞ്ജുലാൽ സാറ് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. യൂട്യൂബിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ സാറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ മണിബെല്ല് തല്ലി പൊട്ടിക്കാനും, അതുപോലെ തന്നെ സാറിന് എത്രയും വേഗം ഒരു ഗോൾഡ് ബട്ടൺ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം.